പുതിയ മോഡലാണ് ഈ ഒരു വന്നിരിക്കുന്ന റിംഗ്. നേരത്തെ നമ്മൾ ഒരു 3 സപ്പോർട്ട് വെച്ചിട്ടുള്ള ഒരു കിറ്റാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നത്. ഇതിൻ്റെ PCB വാറന്റിയോടുകൂടി തന്നെയാണ് ഈ PCB നമ്മൾ കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ എടുത്തിരിക്കുന്നത് ഓറിയന്റിന്റെ ഫാനാണ്. ഈ ഫാനിനകത്ത് നമ്മുടെ കിറ്റ് സൂട്ടാവുമോ, അതുപോലെ തന്നെ ഇതിൻ്റെ ബെയറിംഗ് സൈസുകൾ, ഇതിപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റും ഇതിൻ്റെ പുതിയ മോഡലാണ് ഈ ഒരു വന്നിരിക്കുന്ന റിംഗ്. നേരത്തെ നമ്മൾ ഒരു 3 സപ്പോർട്ട് വെച്ചിട്ടുള്ള ഒരു കിറ്റാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ PCB വാറന്റിയോടുകൂടി തന്നെയാണ് ഈ PCB നമ്മൾ കൊടുക്കുന്നത്. മോട്ടർ വരുന്നത് 24 വോൾട്ട് മോട്ടറാണ്. RYB എന്ന് പറയുന്നതാണ് കണക്ഷൻ വരുന്നത്. എന്തെങ്കിലും റൊട്ടേഷൻ മാറ്റം വരുന്ന സമയത്ത് നമുക്ക് ഈ ബ്ലൂവും ഈ റെഡും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ താഴെ വരുന്ന ബെയറിങ്ങിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും, മുകളിൽ വരുന്നത് വലുതായിരിക്കും. ഈ ഫാൻ അത് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ബെയറിംഗ് സൈസ് സൂട്ടാവുകയില്ലയോ എന്നത്. ഈ ഒരു മോഡലിൽ, ഇതേ സെയിം മോഡലിൽ ഞാൻ നേരത്തെ 2 വർഷം മുമ്പും ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് വേറൊരു സൈസ് കിറ്റാണ്. ഈ ഒരു സൈഡിലെ 3 സ്ക്രൂ ഇളക്കുമ്പോൾ നമുക്ക് ഈ ഒരു മാറി കിട്ടും. പിന്നെ വരുന്നത് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സെറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അടിയിലത്തെ ബെയറിങ് ഉൾപ്പെടെയുള്ള പീസ് വരുന്നത്. പിന്നെ അതിനകത്ത് ചെറിയൊരു വാഷറും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും സംശയമുണ്ട് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ടണലിൽ വരുന്നത് നമുക്ക് ആവശ്യത്തിന് എന്തെങ്കിലും അധികമായിട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഗ്രൈൻഡ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട്. ചില മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലതിനകത്ത് നമുക്ക് സൈസ് വ്യത്യസ്തപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഏകദേശം ഇതിനകത്ത് വരുന്ന അളവ് മെഷർമെൻറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു കിറ്റിൻ്റെ ഈ ഒരു അടിയിലത്തെ സൈസും കോറിൻ്റെ സൈസും ഈ ഒരു സൈസും ഒക്കെ ഏകദേശം എല്ലാം സെയിം ആണ്. ഒട്ടുമിക്ക ഫാനിലൊക്കെ വരുന്നത് സെയിം കോമൺ ആയിട്ടുള്ള ഒരു അളവ് തന്നെയാണ് ഇത്. ഇതിൻ്റെ ബെയറിങ് ഇതിനകത്ത് ഉള്ളിൽ ഇരിപ്പുണ്ട്, നൽകുന്നുണ്ടോ ഒരു ഈ മോൾഡിനകത്ത് ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് സൂട്ടാവും, കണ്ടോ, കറക്റ്റായിട്ട് സൂട്ടാവും. അതായത് ഒന്ന് ചെറുതും ഇത് അടിയിരിക്കുന്നത് ചെറുതും മുകളിലത്തേക്ക് നമുക്ക് ചെറിയ സൈസ് വലിപ്പവും കൂടുതലായിട്ടുണ്ടാവും. അതിൻ്റെ നമ്പർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബെയറിങ്ങിൻ്റെ ഈ മുകളിൽ വശത്ത് അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് മാറ്റുക. തുടച്ച് മാറ്റിയ ശേഷം നമ്മളിവിടെ സൈസ് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 62.01 ആണോ, 62.02 ആണോ, 62.03 ആണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇതിനകത്ത് 62.0 എന്ന് എഴുതിയേക്കുന്നുണ്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് അതിൻ്റെ ആ ഒരു അളവ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ കോറ് കണ്ട് ഇവിടെ ഇങ്ങനെ തിക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇത് ഊരിയെടുക്കാം. ഇത് നമ്മൾ ഊരിയെടുക്കും. ഇതിന് പകരമാണ് നമ്മുടെ ഈ പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ കോറിന് പകരം നമ്മുടെ ഈ ഒരു സാധനം അവിടെ സെറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാൻ ഓടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിനകത്ത് ചെയ്യാനുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇതിങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇതിനകത്ത് അധികമായിട്ടുള്ള അളവ് വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, അളവ് കൂടുതലാണോ കുറവാണോ, അത് ഇത് ഗ്രൈൻഡ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതതിൻ്റെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കാനം അല്പം കുറവാണ്, മറ്റു മുകളിൽ ഇരിക്കുന്നതിൻ്റെ കാനം അല്പം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിന് പുറത്ത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നോക്കാം. കോയിൽ ഇടുന്നതിന് മുമ്പ് നമുക്കിത് സെറ്റ് ചെയ്ത് ഏത് രീതിയിൽ എടുക്കാം എന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ ഫുള്ള് സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഊരി ഇട്ടിട്ട് തട്ടിക്കഴിഞ്ഞാൽ ഊരി വരുന്നതാണ് ഇതിൻ്റെ പഴയത്. അപ്പോൾ ഇതിൻ്റെ ബെയറിങ് ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. സൗണ്ട് ബെയറിങ് കംപ്ലൈൻ്റ് ആണ്, തുരുമ്പാണ്, അല്ലെങ്കിൽ ബെയറിങ്ങിന് ഇതിന് സൗണ്ട് ഉള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ബെയറിങ് തീർച്ചയായിട്ടും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ആ ഒരു സ്പീഡിനെ അതൊക്കെ ബാധിക്കുന്നതാണ്.
അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. കാരണം എല്ലാവർക്കും ഈ ഫാൻ അടിച്ച് ചിലപ്പം പരിചയം കാണത്തില്ല. എന്തെങ്കിലും ഒരു ആശയം അവരുടെ ഉള്ളിൽ കാണും, എനിക്കും ചെയ്യാം എന്നുള്ളത് താല്പര്യം. അപ്പോൾ അതും പ്രകാരം നമുക്കിത് അടിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അളവെടുത്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു കോറ് വരുന്നതിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇതുണ്ടോ, ഈ ഒരെണ്ണം വന്നേക്കുന്ന 3 സെൻറ്റിമീറ്റർ അളവ്. അപ്പോൾ നമുക്ക് നമ്മുടെ മാഗ്നറ്റിൻ്റെ അളവ് വരുമ്പോൾ നമുക്ക് അത്രയും വരുന്നില്ല. ഇതാണ്. പിന്നെ അതിനൊരു 3 കാല് ഇവിടെ കിടപ്പുണ്ട്. ഹൈറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു 3 കാല് ഇവിടെ ഉണ്ട്. എന്നാലും ഇതിൻ്റെ നോർമലി വരുന്ന ആ ഒരു അളവ് ഇതാണ്. അപ്പോൾ ആ ഒരു അളവ് 2 സെൻറ്റിമീറ്റർ ആണ്. 2 സെൻറ്റിമീറ്റർ ഒരു ശകലം മാത്രം, ഒരു പൊടിക്ക് മാത്രമേ ഇതിൻ്റെ വീതി വരുന്നുള്ളൂ. ഇത് നമ്മൾ 3 സെൻറ്റിമീറ്റർ വരുന്നു. പിന്നെ ഹൈറ്റ് കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു പെർമനൻറ്റ് മാഗ്നറ്റാണ്. പിന്നെ ഇതിൻ്റെ അളവ് മാഗ്നറ്റിൻ്റെ മാത്രം അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13.5 സെൻറ്റിമീറ്ററോളം നമുക്ക് വരുന്നുണ്ട്. 13.5 സെൻറ്റിമീറ്ററോളം നമുക്ക് ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ വരും. മാഗ്നറ്റ് മാത്രമായിട്ട്, അതായത് ഇനി വെച്ചേക്കുന്നുണ്ടോ, മാഗ്നറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെ മാഗ്നറ്റ് മാത്രമുള്ള അളവാണ് ഇത്. 13.5 സെൻറ്റിമീറ്ററോളം ഉണ്ട്. ഉള്ളത് മൊത്തത്തിൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു റിങ്ങിൻ്റെ സൈഡ്, ഈ ഒരു സാധനം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരളവ് കണ്ട് ഇതാണ്ടോ, ഈ ഒരളവിൽ വേണം വയ്ക്കാം. ഇനി അതല്ല നമുക്ക് ഈ ഫുൾ അളവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ നിന്ന് തന്നെ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ വരുന്ന അളവ് കണ്ടോ. അപ്പോൾ ഈ ഒരു അളവുകൾ നമ്മൾ നമ്മുടെ ഫാൻ അടിച്ചിട്ട് നമുക്ക് ഈ ഒരു സാധനം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറം വരുന്നത് നമുക്ക് 15.5 സെൻറ്റിമീറ്റർ നമുക്ക് അളവ് വരുന്നുണ്ട് ഇതിൻ്റെ പുറം. അപ്പോൾ ആ ഒരു അളവ് നമുക്ക് എടുത്ത് നമ്മുടെ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നമ്മുടെ ഈ പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഈ ഒരു മെഷർമെൻറ്റ് ഇതുകൊണ്ട് 15 സെൻറ്റിമീറ്റർ ഇതുണ്ട്. അപ്പോൾ അതേപോലെയുള്ള മിക്കവാറുള്ള ഫാനിനകത്തൊക്കെ ഈ അളവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഈ കോയിലൊന്ന് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് അതിനകത്ത് ഇരുന്നു കണ്ടോ. അത്രയുള്ള അതിൻ്റെ ആ ഒരു പരിപാടി. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത കണക്ക് കണ്ടോ കറക്റ്റായിട്ടിരിക്കും. ഇനി ഇതിൻ്റെ ആ അലൈൻമെൻറ്റും പ്രകാരം ഇതിങ്ങനെ പ്രസ്സായിട്ട് കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇനി കൂടുതൽ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് കറക്റ്റ് ആ പൊസിഷൻ തന്നെ ഇത് നിന്നോളും. നമുക്ക് ഇതിൻ്റെ സ്പ്രിങ് ഇട്ട് കൊടുക്കാണ്ട് അതിനകത്ത് ഇത് നമ്മളിങ്ങനെ അങ്ങോട്ട് വെച്ച് സെറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ സ്ക്രൂ ഇനി ടൈറ്റ് ചെയ്യാനാണ് നമുക്ക് ഉള്ളത്. അതിൻ്റെ സ്ക്രൂ എടുത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഇതുപോലെ ചെയ്യാമേ. അതിനിപ്പം പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഒന്നും അറിയണമെന്നൊന്നുമില്ല. അത്യാവശ്യം ബുദ്ധിയുള്ളവർക്കും ചിന്തിക്കാൻ കഴിവുള്ളവർക്കും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടെക്നീഷ്യൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാം ഇതുപോലെ തന്നെ കണ്ടുപഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കണം. കാരണം ഇതിപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ കറങ്ങുന്ന കേട്ടോ. അതായത് നമ്മുടെ മാഗ്നറ്റ് ഈ ഒരു ഇതുമായിട്ട് ടൈറ്റ് ആയിട്ടില്ല. അപ്പോൾ അതൊന്ന് ടൈറ്റ് ആക്കി വെച്ച് നമുക്കെന്തെങ്കിലും അലൈൻമെൻറ്റ് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കി ടൈറ്റ് ചെയ്തതിന് ശേഷമേ നമ്മുടെ മോട്ടറുകൾ കറക്റ്റായിട്ട് കറങ്ങുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നോർമലി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ കറക്റ്റ് നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് കണ്ടോ, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ടൈറ്റ് ചെയ്ത് ഇതിങ്ങനെ കറക്റ്റ് നോക്കണം. കറക്റ്റ് നോക്കുമ്പോൾ ഇതിനകത്ത് അലൈൻമെൻറ്റ് എന്തെങ്കിലും വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ബെയറിങ്ങിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് സ്പീഡും കിട്ടുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ഏറ്റവും നല്ലത്. PLDC ലൈറ്റ് വെയിറ്റ് ആണ് ഏറ്റവും നല്ലത്. കാരണം വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ആ ഒരു പെർഫോമൻസിൽ മാറ്റം വരും. അതായത് അത്രയും കൂടെ വെയിറ്റ് നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്റ്റ് വിട്ടാൽ തന്നെ നമുക്ക് ആ ബെയറിങ്ങിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ
സ്ക്രൂ എല്ലാം നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്യുക. എവിടെയെങ്കിലും ഉരച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് റെഡിയാക്കാനും അതിന് അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഉരച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നോക്കിക്കോണം. നമ്മൾ ഓരോ ത്രെഡ് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് ടിക് ടിക് സൗണ്ട് വരും. അപ്പോൾ അവിടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ടൈറ്റ് ചെയ്ത് മാറ്റുക. ഇതിനകത്ത് ചെറിയ പിടുത്തം വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഇടണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫാൻ്റെ സ്പീഡിൽ മാറ്റം വരും. അപ്പോൾ എല്ലാ സ്ക്രൂ ഒരേപോലെ തന്നെ നമ്മൾ ഓരോ വട്ടം തിരിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉരച്ചിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു പ്രശ്നമില്ല. അതിൻ്റെ മാഗ്നറ്റും എല്ലാം നല്ല മുറുക്കത്തിലാണ് ഇരിക്കുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൻ്റെ. കേട്ടോ. ഓക്കെ. ഇനി അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു സാധനം നമ്മൾ ഇതിനടിയിലിട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ PCB നമുക്ക് മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ PCB അത് നമ്മൾ നേരത്തെ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ആ ഒരു ഹോളുണ്ടല്ലോ അതിനകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഹോളുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനടിയിൽ നമുക്ക് ഈ ഒരു PCB സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഗ്യാപ്പ് ഈ ബോഡിയിൽ മുട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് ഉരച്ചിൽ വരും. അപ്പം ഇങ്ങനെ നമുക്ക് കറക്റ്റ് നോക്കുമ്പോൾ അറിയാം, അല്ലെങ്കിൽ കണ്ടു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ ഗ്യാപ്പ് കാണും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ PCBയുടെ സൈഡിൽ ആ ഒരു ഹോളിന് ശകലം വലുതാക്കിയിട്ട് നമ്മൾ ഒരു ശകലം ഒന്ന് പൊക്കി വെച്ച് കൊടുക്കാൻ ശ്രമിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ബേസിൽ ഉരയും. അതായത് ഈ ഹോള് ചെറുതായിട്ടൊന്ന് വലുതാക്കിയിട്ട് ഇത് മുട്ടാതിരിക്കാൻ വേണ്ടി ഈ അടിവശം ഇത് മുട്ടായിരിക്കാം. മിക്കവാറുള്ള ഫാനിൻ്റെയൊക്കെ ഇതുപോലെ ആ ബെയറിംഗ് ഇരിക്കുന്ന സ്പേസ് കൊണ്ട് ശകലം പൊക്കം കൂടുതൽ വരുന്നുണ്ട്. ചിലത് നല്ല ഫ്ലാറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അല്ല ഇവിടെ ഇപ്പോൾ 2 ഹോളുണ്ട്. അപ്പോൾ നമുക്കൊരു ഹോളിൽ മാറ്റി മുകളിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രശ്നങ്ങൾ സോൾവ് ആയി കിട്ടും. വേണ്ടോ? ഒരു VLDC ഫാൻ സെറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്, നല്ലതാണ്. ഞാൻ ഈ കാണിച്ചു തന്നത്. ഏത് മോഡലിൽ വേണമെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ബെയറിങ്ങിൻ്റെ സൈസ് നോക്കുക. അതുപോലെ തന്നെ ഈ മാഗ്നറ്റിൻ്റെ ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ വയറോടൊന്ന് കണക്ട് ചെയ്യട്ടെ. നിലവിൽ ഇതുപോലെ VLDC കിറ്റ് ആവശ്യമുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കിടപ്പുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങളുടെ അഡ്രസ്സ്, പിൻകോഡ്, നിങ്ങളുടെ കോൺടാക്ട് ചെയ്യേണ്ട മൊബൈൽ നമ്പറും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ ആ വാട്സപ്പിനകത്ത് സെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ തരും. ഇതിൻ്റെ വില വരുന്നത് 1250 രൂപയാണ്, കൊറിയർ ചാർജ് ഉൾപ്പെടെ. ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് ലഭിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഈ പറഞ്ഞ കൊടുക്കുന്നത് RYB എന്നുള്ള ആ ഒരു കളർ കോഡിലാണ് ഇതിൻ്റെ വയർ കൊടുക്കുന്നത്. ആദ്യം റെഡ് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് വരുന്നത്, രണ്ടാമത് നമ്മൾ യെല്ലോ ആണ് കൊടുക്കുന്നത്, മൂന്നാമത്തെ ബ്ലൂ കളറും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് വരുന്നത്. 2 സൈഡിലായിട്ടാണ് അതിൻ്റെ കണക്ട് വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിലെ കണക്ടറിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ആണ് നമ്മൾ ഇതിനകത്ത് ഇടേണ്ടത്. ഇത് 230 മാത്രമാണ് ഈ ഒരു ബോർഡിനകത്ത് കണക്ട് ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, എല്ലാം കൊടുത്തു. അതുപോലെ തന്നെ വയർ കൊടുത്തേക്കുന്നുണ്ടല്ലോ RYB. എന്തെങ്കിലും റൊട്ടേഷൻ മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ റിമോട്ടിലും റൊട്ടേഷൻ ഉണ്ട് മാറ്റാനായിട്ട് ഓപ്ഷൻ. എന്നുണ്ടെങ്കിൽ റെഡും ബ്ലൂവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്താൽ മതി. യെല്ലോ നടുത്ത് തന്നെ ആയിരിക്കും കൊടുക്കേണ്ടത്. വർക്ക് ചെയ്ത് നോക്കാമേ. ഇതിൻ്റെ ബാറ്ററി വരുന്നത് ചെറിയ സൈസാണ്. 2 ബാറ്ററിയാണ് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ റിമോട്ട് പെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് റിമോട്ട് നമ്മൾ ഇതുമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആദ്യം മുകളിൽ കാണുന്ന റെഡ്, അതിന് താഴെ നമ്മൾ ഓൺ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ റെഡ്, ഓൺ, റെഡ് 3 പ്രാവശ്യം നമ്മൾ ഇത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു വെസർ അടിക്കും. അന്നേരം നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി, റെഡ്, ഓൺ, റെഡ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സിസ്റ്റമായിട്ട് പെയർ ആകാത്തവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എല്ലാം തോന്നുന്നവർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇതിങ്ങനെ ചെയ്താൽ മതി.